ഭാഗവതം രസമാലയം മുഹുരഹോരസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രീമദ് ഭാഗവതം ചർച്ചയിൽ ഒന്നാമത്തെ സ്കന്ധം 4-ാമത്തെ അധ്യായത്തിൽ കണ്ടിട്ടുള്ളത് 4-ാമത്തെ അധ്യായത്തിൽ നാരദമുനിയുടെ ആഗമനം എന്നാണ് 4-ാമത്തെ അധ്യായത്തിന്റെ പേര്. ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് ശൗനക മഹർഷി സൂതഗോസ്വാമിയോട് വീണ്ടും കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ അധ്യായത്തിൽ 6 ചോദ്യങ്ങൾ ചോദിച്ചു. അതിനു പുറമെ ഇപ്പോൾ 4-ാമത്തെ അധ്യായത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ ശൗനക മഹർഷി നടത്തുന്നു. 3 ചോദ്യങ്ങൾ ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കും. 3 ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യം ശ്രീമദ് ഭാഗവതത്തിന്റെ ചരിത്രത്തിനെ കുറിച്ചാണ്. ശ്രീമദ് ഭാഗവതം എപ്പോഴാണ്, എവിടെ വെച്ചാണ്, ആരുടെ നിർദ്ദേശപ്രകാരമാണ് രചിക്കപ്പെട്ടത് എന്നാണ് ശൗനക മഹർഷി ചോദിച്ചത്. വ്യാസദേവൻ എപ്പോഴാണ്, എവിടെ വെച്ചാണ്, ആരുടെ നിർദ്ദേശപ്രകാരമാണ് ശ്രീമദ് ഭാഗവതം രചിച്ചത്? രണ്ടാമത്തെ ചോദ്യം ശുകദേവ ബ്രഹ്മർഷിയെ കുറിച്ചാണ്. വ്യാസദേവന്റെ പുത്രനായിട്ടുള്ള മഹാഭാഗവതനായിട്ടുള്ള ശുകദേവ ബ്രഹ്മർഷിയെ കുറിച്ചാണ് ചോദിച്ചത്. ശുകദേവ ബ്രഹ്മർഷിയെ ഹസ്തിനപുരവാസികൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു നടക്കുന്ന ശുകദേവ ബ്രഹ്മർഷിയെ ഹസ്തിനപുരവാസികൾ എങ്ങനെയാണ് സ്വീകരിച്ചത്? അദ്ദേഹത്തെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അതേപോലെ ശുകദേവ ബ്രഹ്മർഷി എങ്ങനെയാണ് പരീക്ഷിത് മഹാരാജാവിനെ കണ്ടുമുട്ടിയത്? ഇങ്ങനെ ശുകദേവ ബ്രഹ്മർഷിയെ കുറിച്ച് 2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശുകദേവ ബ്രഹ്മർഷി എങ്ങനെയാണ് ഹസ്തിനപുര വാസികൾ മനസ്സിലാക്കിയത്? ശുകദേവ ബ്രഹ്മർഷി എങ്ങനെയാണ് പരീക്ഷിത് മഹാരാജാവിനെ കണ്ടുമുട്ടിയത്? ഇതാണ് 2-ാമത്തെ ചോദ്യം. 3-ാമത്തെ ചോദ്യം പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ചാണ്. 3-ാമത്തെ ചോദ്യം പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ചാണ്. പരീക്ഷിത് മഹാരാജാവിന്റെ അത്ഭുതകരമായിട്ടുള്ള ജന്മം, അത്ഭുതകരമായിട്ടുള്ള കർമ്മങ്ങൾ, അത് വിവരിച്ചു തരണം എന്ന് ശൗനക മഹർഷി സൂതഗോസ്വാമിയോട് പറഞ്ഞു. കാരണം പരീക്ഷിത് മഹാരാജാവ് ഭഗവാന്റെ ഉത്തമ ഭക്തനാണ്. ശുകദേവ ബ്രഹ്മർഷിയും പരീക്ഷിത് മഹാരാജാവും ഭഗവാന്റെ ഉത്തമ ഭക്തന്മാരാണ്. ആ ഉത്തമ ഭക്തന്മാരെ കുറിച്ച്, ഭാഗവത ഉത്തമന്മാരാണ്, ആ ഭാഗവത ഉത്തമന്മാരെ കുറിച്ച് കേൾക്കുന്നത് ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത് പോലെ തന്നെ പ്രയോജനകരമാണ്. ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത് ഒരുവന്റെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കുന്നത് പോലെ തന്നെ ഭഗവാന്റെ ഭക്തന്മാരെ കുറിച്ച് കേൾക്കുന്നതും പ്രയോജനകരമാണ്. അതുകൊണ്ട് ശൗനക മഹർഷി ശുകദേവ ബ്രഹ്മർഷിയെ കുറിച്ചും പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടി താല്പര്യപ്പെട്ടു. ഇങ്ങനെ 3 ചോദ്യങ്ങൾ ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് ശൗനക മഹർഷി സൂതഗോസ്വാമിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1-ാമത്തെ ചോദ്യം ശ്രീമദ് ഭാഗവതത്തിന്റെ ചരിത്രത്തിനെ കുറിച്ചാണ്.
രണ്ടാമത്തെ ചോദ്യം ശുകദേവ് ബ്രഹ്മർഷിയെ കുറിച്ചാണ്. മൂന്നാമത്തെ ചോദ്യം പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ചാണ്. ആ ഒരു ഭാഗത്തിന് ശേഷം രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ കണ്ടത് 14 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങളിൽ വ്യാസദേവൻ കലിയുഗത്തിനെ വരാൻ പോകുന്ന കലിയുഗത്തിനെ കുറിച്ച് ധ്യാനിച്ചു. ആ യുഗത്തിലെ ജനങ്ങളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി. അവർക്ക് ആയുസ്സും ബുദ്ധിയും ഓർമ്മശക്തിയും ആരോഗ്യവും എല്ലാം കുറവായിരിക്കുമെന്ന് കണ്ടു. അവർക്ക് വേദങ്ങൾ ആഴത്തിൽ പഠിക്കാനുള്ള കഴിവുണ്ടായിരിക്കില്ല എന്നുള്ള കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വ്യാസദേവൻ അവർക്ക് വേണ്ടി വേദങ്ങൾ അവർക്ക് എളുപ്പത്തിൽ പഠിക്കുന്നതിന് വേണ്ടി വേദങ്ങളെ വിശദമായി രചിക്കുവാനും അതിനെ വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിക്കുവാനും തീരുമാനിച്ചു. അങ്ങനെ വേദവ്യാസൻ വേദങ്ങളെ വ്യസിക്കുന്നതായിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ഭാഗത്ത് കണ്ടിട്ടുള്ളത്. വേദങ്ങളെ പ്രധാനമായിട്ട് 4 വിഭാഗങ്ങളായിട്ട് വേദവ്യാസൻ വിഭജിച്ചു. ഋഗ്വേദം, യജുർവേദം, സാമവേദം. അതിനു പുറമെ 5ാമതായിട്ട് സാധാരണ ജനങ്ങൾക്ക് വേദസാരം മനസ്സിലാക്കുന്നതിനായിട്ട് അദ്ദേഹം പഞ്ചമവേദവും രചിച്ചു. പഞ്ചമവേദത്തിൽ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇതിഹാസം മഹാഭാരതമാണ്. ആ മഹാഭാരതവും മറ്റു പുരാണങ്ങളും ഉൾക്കൊള്ളുന്നതാണ് പഞ്ചമവേദം എന്ന് പറയുന്നത്. അപ്പോൾ വേദങ്ങളെ വ്യസിക്കുകയും ഓരോ വേദങ്ങളെ തന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാർക്ക് അതിന്റെ ചുമതല ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ആർക്കൊക്കെയാണ് ഏത് വേദങ്ങളാണ് ഏൽപ്പിച്ചത് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ഏതെല്ലാം ശിഷ്യന്മാർക്കാണ് ഏതെല്ലാം വേദങ്ങളാണ് ഏൽപ്പിച്ചു കൊടുത്തത് എന്നുള്ള കാര്യം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. ജലജ മാതാജി പറഞ്ഞു. ഋഗ്വേദം ജൈമിനി മഹർഷിക്കും സാമവേദം വൈശമ്പായന മഹർഷിക്കും, പിന്നെ അങ്കീര മഹർഷിക്ക് അഥർവവേദം. ഇങ്ങനെയാണ് ഋഗ്വേദം പൈല മഹർഷിക്കും, സാമവേദം ജൈമിനിക്കും, യജുർവേദം വൈശമ്പായന മഹർഷിക്കും, അഥർവവേദം അങ്കിരസിനും ആണ് ഏൽപ്പിച്ചു കൊടുത്തത്. ഋഗ്വേദം പൈല മഹർഷിക്കും, സാമവേദം ജൈമിനിക്കും, യജുർവേദം വൈശമ്പായന മഹർഷിക്കും, അഥർവവേദം അങ്കിരസിനുമാണ് ഏൽപ്പിച്ചു കൊടുത്തത്. പിന്നീട് അവരുടെ ശിഷ്യന്മാരും പ്രശിഷ്യന്മാരുമായി വ്യത്യസ്ത ശാഖകളിലൂടെ ആ വേദം പ്രചരിച്ചു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഞ്ചമവേദമായിട്ടുള്ള പുരാണങ്ങളും ഇതിഹാസവും രോമഹർഷണ മഹർഷിക്കാണ് കൊടുത്തിട്ടുള്ളത്. പുരാണങ്ങൾ രോമഹർഷണ മഹർഷിക്ക്, സൂതഗോസ്വാമിയുടെ പിതാവായിട്ടുള്ള രോമഹർഷണ മഹർഷിക്കാണ് കൊടുത്തത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് 19 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങളിൽ ആ ഒരു ഭാഗം കാണാൻ സാധിക്കും. അവസാനത്തെ ഭാഗത്ത്, ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത് ഇത്രയെല്ലാം വേദങ്ങളെല്ലാം രചിച്ചിട്ടും വ്യാസദേവന് തന്റെ ഹൃദയത്തിൽ ഒരു അസംതൃപ്തി ഉണ്ടായി. പൂർണ്ണ തൃപ്തി തോന്നുന്നില്ല. എല്ലാവിധ ജ്ഞാനങ്ങളും ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള ജ്ഞാനങ്ങളെല്ലാം വേദങ്ങളിലൂടെ രചിച്ച് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി മഹാഭാരതം രചിച്ചു, പുരാണങ്ങളെല്ലാം രചിച്ചു. എന്നിട്ടും വേദവ്യാസന്റെ ഹൃദയത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു സംതൃപ്തി അനുഭവപ്പെട്ടില്ല. എന്തോ ഒരു അസംതൃപ്തി അനുഭവപ്പെട്ടു. ആ ഒരു അസംതൃപ്തിയെ കുറിച്ച് വേദവ്യാസൻ ചിന്തിക്കുന്നതാണ് അവസാനത്തെ ഭാഗത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അവസാനത്തെ 26 മുതൽ 31 വരെയുള്ള ശ്ലോകങ്ങൾ. ആ ഭാഗത്ത് വേദവ്യാസൻ എന്താണ് തനിക്ക് പൂർണ്ണ തൃപ്തി അനുഭവപ്പെടാത്തത് എന്ന് ചിന്തിക്കുന്നുണ്ടോ എന്ന് സ്വയം
ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം വേദവ്യാസൻ തന്നെ ചിന്തിക്കുന്നുണ്ട്, ഞാൻ ഭഗവാനെ കുറിച്ച് പൂർണ്ണമായിട്ട് നേരിട്ട് വിവരിച്ചില്ല, അതായിരിക്കാം ഈ ഒരു അസംതൃപ്തിക്ക് കാരണം എന്ന് സ്വയം ചിന്തിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. 30ാമത്തെ ശ്ലോകത്തിൽ വേദവ്യാസൻ പറയുന്നുണ്ട്, തഥാഭിപദമേദൈഹ്യോ ആത്മാ ചൈവാത്മനാ വിഭു അസമ്പന്നൈവാ ഭാതി ബ്രഹ്മവർച്ചസ്യ അസത്തമാ വർച്ചസ്യ സൽത്തമാ. ഞാൻ സ്വയം വേദങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന സർവ്വതിനാലും പൂർണ്ണ സജ്ജീകൃതനെങ്കിലും ഒരു അപൂർണത എനിക്ക് അനുഭവപ്പെടും. പൂർണ്ണമായിട്ടും സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി അനുഭവപ്പെടുന്നില്ല. എന്തുകൊണ്ടായിരിക്കും എന്ന് വേദവ്യാസൻ തന്നെ ചിന്തിക്കുന്നു. 31ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, കിം വാ ഭാഗവതാ ധർമ്മ ന പ്രായേണ നിരൂപിതാ പ്രിയാ പരമഹംസാനാം തയേവാഹ്യച്യുത പ്രിയാ. ഭാഗവതധർമ്മ കിം വാ ഭാഗവതധർമ്മ ന പ്രായേണ നിരൂപിത. ഞാൻ ഭാഗവതധർമ്മം നേരിട്ട് വിവരിച്ചിട്ടില്ല, അല്ലെങ്കിൽ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടില്ല. എന്താണ് ഭാഗവതധർമ്മം എന്ന് പറയുന്നത്? ഭഗവാൻ ശ്രീകൃഷ്ണന് വേണ്ടിയിട്ടുള്ള ഭക്തിയുത സേവനം, അതിനെയാണ് ഭാഗവതധർമ്മം എന്ന് പറയുന്നത്. എങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണനെ സേവനത്തിലൂടെ സംതൃപ്തനാക്കാം എന്നുള്ള കാര്യം ജനങ്ങൾക്ക് വിവരിച്ചു കൊടുത്തിട്ടില്ല, ഭാഗവതധർമ്മം പറഞ്ഞില്ല. പ്രിയാ പരമഹംസാനാം തയേവ ഹ്യച്യുതപ്രിയ. ആ ഭാഗവതധർമ്മം ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. തയേവ അച്യുതപ്രിയ. ഭഗവാൻ ശ്രീകൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ്? ഭക്തിയാണ്. ആ ഭക്തിമാർഗം അല്ലെങ്കിൽ ഭക്തിയോഗത്തിനെ കുറിച്ച്, ഭാഗവത ധർമ്മത്തിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് വേദങ്ങളിലോ പുരാണങ്ങളിലോ പ്രതിപാദിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കാം എൻ്റെ അസംതൃപ്തി എന്ന് സ്വയം ചിന്തിക്കുകയാണ്. പ്രിയ പരമഹംസാനം, മറ്റു ശുദ്ധഭക്തന്മാർക്കും ഭഗവാനും ഒരേപോലെ പ്രിയപ്പെട്ടതാണ് ഭാഗവത ധർമ്മം, അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തിയോഗം എന്ന് പറയും. ആ ഭക്തിയോഗത്തിനെ കുറിച്ച് നേരിട്ട് വിവരിക്കാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് ഹൃദയത്തിൽ സംതൃപ്തി അനുഭവിക്കാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ ഒരു ദുഃഖം തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം എന്ന് വ്യാസദേവൻ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ച സമയത്ത് നാരദ മഹർഷി വേദവ്യാസന്റെ സമീപത്ത്, സരസ്വതി നദീ തീരത്തുള്ള ആശ്രമ സമീപത്ത് വേദവ്യാസന്റെ മുന്നിൽ എത്തിച്ചേർന്നു എന്നാണ് 32ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഈ അധ്യായത്തിന്റെ പേര് തന്നെ ശ്രീ നാരദ ആഗമനം എന്നാണ്. നാരദ മഹർഷി എത്തുന്നതായിട്ടാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. 32ാമത്തെ ശ്ലോകത്തിലാണ് നാരദ മഹർഷി എത്തിച്ചേരുന്നതായിട്ട് പറയുന്നത്. സേവം ഖിലമാത്മാനം മന്യമാനസ്യ ഗിത്യതഃ കൃഷ്ണസ്യ നാരദോഭ്യാഗ ആശ്രമം പ്രഗുദാഹൃതം. നാരദ മഹർഷി വേദവ്യാസന്റെ ആശ്രമ സമീപത്ത് എത്തിച്ചേർന്നു എന്ന് പറയും. നാരദ മഹർഷി എങ്ങനെയാണ് വേദവ്യാസൻ സ്വീകരിച്ചത് എന്നാണ് 33ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. തമഭിജ്ഞായ സഹസ പ്രത്യദ്ധായാഗതം മുനി പൂജയാമാസ വിധിവൻ നാരദം സുരപൂജിതം. നാരദ മഹർഷി ഒരു സാധാരണ വ്യക്തിയല്ല. നാരദ മഹർഷി സുരപൂജിതനാണ്. ദേവന്മാരാൽ എല്ലാവരാലും ആരാധിക്കപ്പെടുന്ന വ്യക്തിയാണ് നാരദ മഹർഷി. ദേവർഷിയാണ് നാരദൻ. ആ നാരദ മഹർഷി എത്തിച്ചേർന്ന സമയത്ത് വ്യാസദേവൻ ആദരപൂർവം എഴുന്നേറ്റു നിന്നു എന്ന് പറയുന്നു. മാത്രമല്ല, വിധിവത് നാരദം, ബ്രഹ്മാവിനെ എങ്ങനെയാണോ പൂജിക്കേണ്ടത് അതേ വിധി പ്രകാരം നാരദ മഹർഷിയെ പൂജിച്ചു എന്നാണ് പറയുന്നത്. ബ്രഹ്മാവിന് കൊടുക്കേണ്ട ബഹുമാനങ്ങളെല്ലാം കൊടുത്തുകൊണ്ട്, കാരണം ബ്രഹ്മാവിന്റെ പുത്രനാണ്, ബ്രഹ്മാവിനെ പോലെ തന്നെയാണ്, ഭഗവാന്റെ അവതാരങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള നാരദ മഹർഷിയെ ബ്രഹ്മാവിനെ സ്വീകരിക്കുന്നത് പോലെ തന്നെ വ്യാസദേവൻ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. അതോടുകൂടി അത്രയുമാണ് ആ അധ്യായത്തിൽ പറയുന്നത്. 33 ശ്ലോകങ്ങളാണുള്ളത്. ഈ 4ാമത്തെ അധ്യായം അങ്ങനെ ചുരുങ്ങുകയാണ്. ഈ അധ്യായത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ആദ്യ ഭാഗത്ത് ശൗനകാദി മഹർഷിമാർ
3 ചോദ്യങ്ങൾ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ച് ചോദിച്ചു, പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ച് ചോദിച്ചു, അതേപോലെ ശുകദേവ് ബ്രഹ്മർഷിയെ കുറിച്ചും ചോദിച്ചു. അടുത്ത ഭാഗത്ത് വേദവ്യാസൻ കലിയുഗത്തിലെ ജനങ്ങളെ കുറിച്ച് ധ്യാനിക്കുന്നു. ആ കലിയുഗത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വേദങ്ങളെ വീണ്ടും വിശദമായിട്ട് വ്യസിക്കുന്നു. പഞ്ചമവേദമായിട്ടുള്ള പുരാണങ്ങളും ഇതിഹാസങ്ങളും രചിക്കുന്നു. അതെല്ലാം തന്റെ ശിഷ്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവസാന ഭാഗത്ത് നമ്മൾ കണ്ടത്, എന്നിട്ടും വേദവ്യാസന് സ്വയം സംതൃപ്തി അനുഭവിക്കാൻ സാധിച്ചില്ല. അതിന്റെ കാരണം എന്താണെന്ന് വേദവ്യാസൻ തന്നെ സ്വയം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഭഗവാന്റെ ഭക്തിയോഗം, ഭാഗവത ധർമ്മം വിശദമായിട്ട് പ്രതിപാദിക്കാത്തത് കൊണ്ടായിരിക്കാം ഭഗവാൻ ശ്രീകൃഷ്ണന്, അച്യുതന് ഏറ്റവും പ്രിയപ്പെട്ട ഭാഗവത ധർമ്മം വിശദമായിട്ട് പ്രതിപാദിക്കാത്തത് കൊണ്ടായിരിക്കാം തനിക്ക് ഈ ദുഃഖം അല്ലെങ്കിൽ അസംതൃപ്തി അനുഭവപ്പെടുന്നത് എന്ന് സ്വയം വ്യാസദേവൻ ചിന്തിച്ചു. ആ സമയത്താണ് നാരദ മഹർഷി വ്യാസദേവന്റെ ആശ്രമ സമീപത്ത് എത്തിച്ചേരുന്നത്. വ്യാസദേവൻ നാരദ മഹർഷിയെ ബ്രഹ്മദേവനെ പോലെ തന്നെ അത്രയും ബഹുമാനം കൊടുത്തുകൊണ്ട് സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു അധ്യായം അവസാനിക്കുന്നത്. അടുത്ത അധ്യായത്തിൽ നാരദ മഹർഷി എന്താണ് വ്യാസദേവന്റെ ഹൃദയത്തിലെ അസംതൃപ്തിക്ക് കാരണം, എന്തുകൊണ്ടാണ് ഇത്രയും വേദങ്ങളെല്ലാം രചിച്ചിട്ടും ആത്മസാക്ഷാത്കാരത്തിനെ കുറിച്ചുള്ള എല്ലാ ശാസ്ത്രങ്ങളും യോഗവിദ്യകളെല്ലാം ഉൾക്കൊള്ളുന്ന വേദങ്ങളെല്ലാം രചിച്ചിട്ടും പുരാണങ്ങളും ഇതിഹാസവും മഹാഭാരതം, ബൃഹത്തായിട്ടുള്ള ഇതിഹാസം മഹാഭാരതം രചിച്ചിട്ടും എന്തുകൊണ്ട് വേദവ്യാസന് ദുഃഖം അനുഭവപ്പെടുന്നു, പൂർണ്ണമായിട്ടുള്ള സംതൃപ്തി അനുഭവിക്കുന്നില്ല? അതിന്റെ ആ രഹസ്യം, അതിന്റെ കാരണം ഈ അധ്യായത്തിൽ നാരദ മഹർഷി വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പിന്നീട് വേദവ്യാസന് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലകൾ വർണ്ണിക്കുന്നതിന്റെ പ്രാധാന്യത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. അവസാന ഭാഗത്ത് എങ്ങനെയാണ് ഭാഗവതം രചിക്കേണ്ടത്, ആ ഭാഗവതം രചിക്കുന്നതിനുള്ള നിർദ്ദേശം ഈ അധ്യായത്തിൽ, 5-ാമത്തെ അധ്യായത്തിൽ നാരദ മഹർഷി വേദവ്യാസന് നൽകുന്നുണ്ട്. ഈ 5-ാമത്തെ അധ്യായത്തിന്റെ പേര് വ്യാസദേവന് നാരദന്റെ ശ്രീമദ് ഭാഗവത നിർദ്ദേശങ്ങൾ എന്നതാണ്. 40 ശ്ലോകങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. ഇതിനെ നമുക്ക് 4 ഭാഗമായിട്ട് കാണാൻ സാധിക്കും. ആദ്യത്തെ ഭാഗത്ത് നാരദ മഹർഷി വേദവ്യാസനോട് വേദവ്യാസന്റെ ദുഃഖത്തിന്റെ കാരണത്തിനെ കുറിച്ച് അന്വേഷിക്കുന്നു. വ്യാസദേവൻ അതിന് മറുപടി നൽകുന്നു. 1 മുതൽ 7 വരെയുള്ള ശ്ലോകങ്ങളിൽ നാരദ മഹർഷി വേദവ്യാസനോട് അന്വേഷിക്കുന്നതും വേദവ്യാസൻ നാരദ മഹർഷിയോട് അതിന്റെ മറുപടി പറയുന്നതും നാരദ മുനിയെ സ്തുതിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2-ാമത്തെ ഭാഗത്ത് നാരദ മഹർഷി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലകൾ വിശദമായിട്ട് വർണ്ണിക്കുന്നതിന്റെ പ്രാധാന്യത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. 8 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങളിൽ നാരദ മഹർഷി പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലകൾ പ്രചരിപ്പിക്കുന്നത്, വർണ്ണിക്കുന്നത് ഏറ്റവും പ്രധാനമാണ്. അത് വർണ്ണിക്കാത്ത രചനകൾ അപ്രധാനമാണ്. അതുകൊണ്ടാണ് വേദവ്യാസനെ സംതൃപ്തി അനുഭവിക്കാൻ സാധിക്കാത്തത്. അതാണ് വേദവ്യാസന്റെ ദുഃഖത്തിന്റെ കാരണം എന്ന് പറഞ്ഞു കൊടുക്കും. 22 വരെയുള്ള ശ്ലോകങ്ങളിൽ, 23 മുതൽ 31 വരെയുള്ള ശ്ലോകങ്ങളിൽ നാരദ മഹർഷി സ്വന്തം അനുഭവം, ഭക്തിയോഗത്തിലൂടെ തനിക്കെന്ത് നേട്ടമാണ് ഉണ്ടായത് എന്നുള്ള സ്വന്തം അനുഭവം തന്റെ പൂർവ ജന്മത്തിനെ പ്രതിപാദിച്ചുകൊണ്ട് വിവരിക്കുന്നതാണ്. നാരദ മഹർഷി സ്വന്തം പൂർവജന്മത്തിനെ കുറിച്ച് പറയുന്നു. പൂർവജന്മത്തിൽ താൻ ചെയ്ത ഭക്തിയുത സേവനത്തിന്റെ ഫലം കൊണ്ട് തനിക്ക് എന്താണ് ലഭിച്ചിട്ടുള്ളത് എന്ന് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നതാണ് 31 വരെയുള്ള ശ്ലോകങ്ങളിൽ, 23 മുതൽ 31 വരെയുള്ള ശ്ലോകങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അവസാന ഭാഗത്ത് നാരദ മഹർഷി 32 മുതൽ 40 വരെയുള്ള ശ്ലോകങ്ങളിൽ ശ്രീമദ് ഭാഗവതം
രചിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് വേദവ്യാസന് പറഞ്ഞു കൊടുക്കുന്നത്. എങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം രചിക്കേണ്ടത്, അതിൽ ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നാരദ മഹർഷി ചുരുക്കി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യത്തെ ഭാഗത്ത് നാരദ മഹർഷി വേദവ്യാസന്റെ ദുഃഖങ്ങളെ കുറിച്ച് ചോദിക്കുന്നു. വ്യാസദേവൻ അതിന് മറുപടി നൽകുകയും നാരദ മഹർഷിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ഭാഗത്ത് നാരദ മഹർഷി നേരിട്ട് ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുന്നതിന്റെ പ്രാധാന്യത്തിനെ കുറിച്ച് പറയുന്നു. മൂന്നാമത്തെ ഭാഗത്ത് നാരദ മഹർഷി സ്വന്തം അനുഭവം, സ്വന്തം ജന്മം, പൂർവജന്മത്തിലെ അനുഭവം വേദവ്യാസന് പറഞ്ഞു കൊടുക്കും. ചെറിയൊരു ഭക്തിയുത സേവനം ചെയ്തത് കൊണ്ട് എനിക്ക് എത്രത്തോളമാണ് നേട്ടമുണ്ടായത്. അതുകൊണ്ട് ആ ഭഗവാന്റെ ഭക്തി സാധാരണ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഏറ്റവും പ്രധാനമാണ്. കാരണം സാധാരണ ജനങ്ങൾക്ക് ഭക്തി ചെയ്യുന്നതിലൂടെ മാത്രമേ അവരുടെ ദുരിതങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം എങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം രചിക്കേണ്ടത്, ശ്രീമദ് ഭാഗവതം രചിക്കുമ്പോൾ അതിൽ ഉൾക്കൊള്ളിക്കേണ്ടത് എന്തെല്ലാമാണ്, ആ കാര്യങ്ങൾ അവസാന ഭാഗത്ത് നാരദ മഹർഷി ചുരുക്കി പറഞ്ഞു കൊടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് 4 ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു അധ്യായത്തിനെ കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് അതിൽ ഓരോ ശ്ലോകങ്ങളായിട്ട് നോക്കാം. ആദ്യത്തെ ശ്ലോകം സൂതഗോസ്വാമി പറഞ്ഞു. ആ സ്വീകരണം ഹരേ കൃഷ്ണ, കേൾക്കുന്നില്ല പ്രഭു, ബ്രേക്ക് ആകണം. സ്വീകരണത്തിന് ശേഷം നാരദ മഹർഷി മറുപടി പറയാൻ ആരംഭിച്ചു എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ നാരദ ഹരേ കൃഷ്ണ, ക്ലിയർ അല്ലല്ലോ പ്രഭുജി. കേൾക്കുന്നില്ല പ്രഭുജി. ക്ലിയർ അല്ല. ഹരേ കൃഷ്ണ പ്രഭുജി, ഇത് വോയിസ് കട്ടായി പോകുന്നു, ക്ലിയർ ആയി കേൾക്കുന്നില്ല. ഹരേ കൃഷ്ണ, കേൾക്കാമോ? ഹരേ കൃഷ്ണ. ഇപ്പൊ കേൾക്കാം പ്രഭുജി. ഹരേ കൃഷ്ണ, ഇപ്പൊ കേൾക്കാം പ്രഭുജി. പരാശരസുതനായിട്ടുള്ള വ്യാസദേവ എന്നാണ് നാരദ മഹർഷി വിളിച്ചത്. കാരണം പരാശര മഹർഷി എല്ലാ വേദജ്ഞാനങ്ങളും ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യാസദേവൻ, പരാശര മഹർഷിയുടെ പുത്രനായിട്ടുള്ള വ്യാസദേവൻ രചിച്ചിട്ടുള്ള രചനകളും എല്ലാ വേദജ്ഞാനങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. പക്ഷെ എന്നിട്ടും അങ്ങ് അസംതൃപ്തനാണോ എന്നാണ് ചോദിക്കുന്നത്. ശരീരത്തെ അല്ലെങ്കിൽ മനസ്സിനെ ആത്മസാക്ഷാത്കാരം വിഷയമായി തിരിച്ചറിഞ്ഞതുകൊണ്ട് താങ്കൾ സംതൃപ്തനാണോ? ശരീരത്തിനെ സ്വയം ആത്മാവായിട്ട് തിരിച്ചറിഞ്ഞത് കൊണ്ട് ആർക്കും തൃപ്തനാകാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നു. ഇത് സാധാരണ ജനങ്ങളെ ഉദ്ദേശിച്ചാണ് നാരദ മഹർഷി പറയുന്നത്. ആത്മസാക്ഷാത്കാരം നേടാതെ ഒരു വ്യക്തിക്കും തൃപ്തനാകാൻ സാധിക്കുകയില്ല. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ആത്മസാക്ഷാത്കാരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവുകൾ നേടിയാൽ പോലും ഒരു വ്യക്തിക്ക് തൃപ്തനാകാൻ സാധിക്കുകയില്ല എന്ന് പറയും. വേദവ്യാസന്റെ രചനകളിൽ ആത്മസാക്ഷാത്കാരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവുമുണ്ട്, ജ്ഞാനവുമുണ്ട്. പക്ഷെ ആ ജ്ഞാനം ആർജിച്ചത് കൊണ്ടും മാത്രം നമ്മൾക്ക് തൃപ്തനാകാൻ സാധിക്കുകയില്ല എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്.
ജിജ്ഞാസിതം സുസമ്പന്നം അപിതേ മഹദദ്ഭുതം. എല്ലാവിധ ജ്ഞാനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് അങ്ങയുടെ കൃതികൾ. പക്ഷെ ആ ജ്ഞാനം കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് തൃപ്തനാകാൻ സാധിക്കില്ല എന്ന് പറയുന്നു. പക്ഷെ അതിന്റെ ഒപ്പം നാരദ മഹർഷി വേദവ്യാസന്റെ രചനകളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. കൃതവാൻ ഭാരതം യസ്തം സർവാർത്ഥ പരിബ്രംഹിതം. അങ്ങ് രചിച്ചിട്ടുള്ള ആ മഹാഭാരതം വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കൃതിയാണ്. അത് വളരെ ബൃഹത്താണ്. ഇത്രയും വലിയൊരു രചന നടത്തുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അതിൽ വേദങ്ങളുടെ മുഴുവൻ സാരമുണ്ട് എന്നാണ് പറയുന്നത്. സർവാർത്ഥ പരിബ്രംഹിതം. വേദങ്ങൾ കൊണ്ട് എന്തെല്ലാമാണോ മനസ്സിലാക്കേണ്ടത് അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് അങ്ങ് രചിച്ചിട്ടുള്ള മഹാഭാരതം. എന്നിട്ടും അങ്ങ് സ്വയം തൃപ്തനല്ല എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, 4ാമത്തെ ശ്ലോകത്തിൽ, ജിജ്ഞാസിതമധീതം ച ബ്രഹ്മയത്തസനാതനം തഥാപി ശോചസ്യാത്മാനം അകൃതാർത്ഥ ഇവ പ്രഭോ. മാത്രമല്ല അങ്ങയുടെ രചനയിൽ അവ്യക്തിഗത ബ്രഹ്മത്തിനെ കുറിച്ച്, ബ്രഹ്മസാക്ഷാത്കാരത്തിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ആ ബ്രഹ്മസാക്ഷാത്കാരത്തിനെ കുറിച്ച് ഇത്രയും വിശദമായിട്ട് രചിച്ചിട്ടും അങ്ങ് ദുഃഖിതനായിട്ട് കാണപ്പെടുന്നു എന്ന് പറയും. അപ്പോൾ 3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് ആത്മസാക്ഷാത്കാരത്തിനെ കുറിച്ച് ജ്ഞാനമില്ലെങ്കിൽ ആ വ്യക്തി ദുഃഖിതനായിരിക്കും. ഇനി ആത്മസാക്ഷാത്കാരത്തിനെ കുറിച്ചുള്ള ജ്ഞാനം ലഭിച്ചത് കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് പൂർണ്ണ സംതൃപ്തനാകാൻ സാധിക്കുകയില്ല. ഈ ബ്രഹ്മസാക്ഷാത്കാരം ലഭിച്ചാൽ പോലും ഒരു വ്യക്തിക്ക് പരിപൂർണത ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം ഇവിടെ നാരദ മഹർഷി സൂചിപ്പിക്കുകയാണ്. അങ്ങനെ നാരദ മഹർഷി അത് കേട്ട സമയത്ത് വ്യാസദേവൻ ചോദിക്കുന്നുണ്ട്. നാരദ മഹർഷിയെ സ്തുതിച്ചുകൊണ്ട് ചോദിക്കുന്നതാണ് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വ്യാസ ഉവാച അസ്തേവ മേ സർവം. ഏതാ ശ്ലോകം? 5ാമത്തെ അധ്യായത്തിൽ 5ാമത്തെ ശ്ലോകം. ഏതാ അധ്യായം? 15. 5ാമത്തെ അധ്യായത്തിൽ 5ാമത്തെ ശ്ലോകം. വ്യാസ ഉവാച അസ്തേവ മേ സർവമിദം ത്വയോക്തം തഥാഭിനാത്മാ പരിതുഷ്യത്തെ മേ തന്മൂലമവ്യക്തമഗാധബോധം പൃച്ഛാമഹേ ത്വാത്മഭവാത്മഭൂതം. നാരദ മഹർഷിക്ക് ഇതിന് മറുപടി നൽകാൻ സാധിക്കുമെന്നാണ് വ്യാസദേവൻ പറയുന്നത്. കാരണം എന്താണ്? നാരദ മഹർഷി ബ്രഹ്മാവിന്റെ തന്നെ പുത്രനാണ്, നേരിട്ട് ബ്രഹ്മാവിന്റെ പുത്രനാണ്. സോ ആത്മഭൂതം, ആത്മഭവ എന്ന് പറയുന്നത് ബ്രഹ്മാവിനെ കുറിച്ചാണ്. സ്വയം ജനിച്ച വ്യക്തിയാണ് ആത്മഭവ. സ്വയംഭൂവാണ് ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിന്റെ പുത്രനായതുകൊണ്ട് അങ്ങേക്ക് ഇതിന്റെ ഉത്തരം, ഇതിനെക്കുറിച്ചുള്ള സത്യം അറിയാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി നാരദ മഹർഷിക്ക് മറ്റൊരു കാര്യം കൊണ്ടുകൂടി എല്ലാ സത്യവും, വേദങ്ങളുടെ രഹസ്യങ്ങളെല്ലാം അറിയാം. അത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. സവൈ ഭവാൻ വേദ സമസ്ത ഗുഹ്യ ഉപാസിതോ യത് പുരുഷ പുരാണ പരാവരേശോ മനസൈവ വിശ്വം സൃജത്യാവത്യത്തി ഗുണൈർസംഗഃ. അങ്ങ് ഉപാസിക്കുന്നത് പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ്. പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ ഉപാസിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങേക്ക് വേദങ്ങളുടെ രഹസ്യമെല്ലാം അറിയാം. അതുകൊണ്ട് അങ്ങേക്ക് എൻ്റെ മനസ്സിന്റെ ദുഃഖത്തെക്കുറിച്ച്, എൻ്റെ ഹൃദയത്തിലെ അസംതൃപ്തിയെക്കുറിച്ച് മനസ്സിലാക്കാനും സാധിക്കും എന്ന് പറയുന്നു. അപ്പോൾ ആരാണോ ഭഗവാനെ പൂർണ്ണമായിട്ടും ഉപാസിക്കുന്നത്, ആ ഭഗവാനെ ഉപാസിക്കുന്നത് കൊണ്ട് മാത്രം വേദങ്ങളുടെ രഹസ്യമെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നാരദ മഹർഷിയും ഭഗവാന്റെ ഉപാസകനാണ്, ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനാണ്. അതുകൊണ്ട് വേദ ഗുഹ്യം സവൈ ഭഗവാൻ വേദ സമസ്ത ഗുഹ്യം ഉപാസിതോ യത് പുരുഷ പുരാൺ. ഭഗവാൻ ശ്രീകൃഷ്ണനെ ഉപാസിക്കുന്നത് കൊണ്ട് വേദങ്ങളിലെ മുഴുവൻ രഹസ്യം അങ്ങേക്ക് അറിയാം എന്നാണ് ഇവിടെ പറയുന്നത്.
മാത്രമല്ല അടുത്ത ശ്ലോകത്തിൽ നാരദ മഹർഷിയെ വേദവ്യാസൻ സ്തുതിക്കുകയാണ്. നാരദ മഹർഷിയുടെ പ്രത്യേകതകൾ ഇവിടെ പറയുന്നുണ്ട്. ത്വം പര്യാടൻ അർക്ക ഇവ ത്രിലോകി അന്തശ്ചരോ വായു ഇവാത്മസാക്ഷി പരാവരേ ബ്രഹ്മണി ധർമ്മദോ വ്രതൈ സ്നാതസ്യ മേ ന്യൂന അമലം വിചക്ഷ. അങ്ങ് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന വ്യക്തിയാണ്. അങ്ങേക്ക് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാൻ സാധിക്കും യാതൊരു തടസ്സവുമില്ലാതെ. ഏതുപോലെ? ത്വം പര്യടൻ അർക്ക ഇവ, അർക്കനെ പോലെ, സൂര്യനെ പോലെ അങ്ങ് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ലോകത്തിലെ എല്ലാ വാർത്തകളും അങ്ങേക്ക് അറിയാൻ സാധിക്കും. മാത്രമല്ല അന്തശ്ചരോ വായുരിവാത്മസാക്ഷി, അങ്ങേക്ക് വായുവിനെ പോലെ എല്ലാവരുടെയും അകത്തേക്ക് പ്രവേശിക്കാനും സാധിക്കുമെന്ന് പറയും. നാരദ മഹർഷിക്ക് എല്ലാവരുടെയും അകത്ത് നടക്കുന്ന കാര്യങ്ങൾ, ഹൃദയത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറയും. വായു ഇവ ആത്മസാക്ഷി, ആത്മസാക്ഷിയെ പോലെ, പരമാത്മാവിനെ പോലെ ഓരോ ജീവാത്മാവിന്റെയും ഹൃദയത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നാരദ മഹർഷിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. പരമാത്മാവിന് എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. സർവസ്യജാഹം ഹൃദി സന്നിവിഷ്ടം, പരമാത്മാവിനെ പോലെ തന്നെയാണ് നാരദ മഹർഷിയും എന്നുള്ള കാര്യം ഇവിടെ വേദവ്യാസൻ പറയും. കാരണം എന്താണ്? അങ്ങ് പരമാത്മാവിനെ പോലെ തന്നെ ശുദ്ധനാണ് എന്ന് പറയും. അങ്ങ് പരമാത്മാവിനെ പോലെ ശുദ്ധനായതുകൊണ്ട്, പരബ്രഹ്മം പോലെ ശുദ്ധനായതുകൊണ്ട് അങ്ങേക്ക് എല്ലാവരുടെയും ഹൃദയത്തിൽ പ്രവേശിച്ച് അവരുടെ ഹൃദയത്തിലെ ചിന്തകളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറയുന്നു. ആകയാൽ ശിക്ഷണപരമായ ധർമാനുശാസനങ്ങൾക്കും ശബ്ദങ്ങൾക്കും വിധേയമായി അതീന്ദ്രിയത അമഗ്നായിട്ടും കൂടി ന്യൂനതകളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അങ്ങ് പരമാത്മാവിന്റെ ശുദ്ധനാണ്. അങ്ങേക്ക് ഇതിന് കൃത്യമായിട്ട് മറുപടി പറയാൻ സാധിക്കുമെന്നാണ് വേദവ്യാസൻ പറഞ്ഞത്. അപ്പോൾ അടുത്ത ശ്ലോകങ്ങളിൽ വേദവ്യാസന്റെ മനസ്സിലെ അസംതൃപ്തിക്ക് കാരണം നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എട്ടാമത്തെ ശ്ലോകം മുതൽ നാരദ മഹർഷി വേദവ്യാസന്റെ മനസ്സിലെ അസംതൃപ്തിക്ക് കാരണവും ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് വർണ്ണിക്കേണ്ടതിന്റെ പ്രാധാന്യത്തിനെ കുറിച്ചും പറയുന്നതാണ്. എട്ടാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? ശ്രീനാരദ ഉവാച ഭവതാനുദിതപ്രായം യശോ ഭഗവതോ അമലം യേനൈവാസോ ന തുഷ്യേത മന്യേ തദ്ദർശനം ഖിലം. യഥാർത്ഥത്തിൽ പരമദിവ്യോത്തമ പുരുഷന്റെ ലോകോത്തരവും കളങ്കരഹിതവും ഉദാത്തവും മനോജ്ഞ ഗംഭീരവുമായ മഹാത്മ്യങ്ങളെ താങ്കൾ യഥാർത്ഥമായി സവിസ്തരമായി വർണ്ണിച്ചില്ല. ആകയാൽ ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ സംതൃപ്തമാക്കാത്ത ആ ദർശനം മൂല്യരഹിതമായി ഗണിക്കപ്പെടുന്നു. എന്താണ് വേദവ്യാസന്റെ രചനകളുടെ ന്യൂനത? എന്ത് അപൂർണതയാണ് വേദവ്യാസന്റെ രചനകൾക്കുള്ളത് എന്നുള്ള കാര്യം വേദവ്യാസന്റെ ഗുരുവായിട്ടുള്ള നാരദ മഹർഷി ചൂണ്ടിക്കാണിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രവൃത്തികളിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സേവനങ്ങളിലുള്ള ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ചു തരാൻ സാധിക്കുന്നത് നമ്മുടെ ഗുരുവിനാണ്. അതേപോലെ വേദങ്ങളുടെ രഹസ്യം അറിയുന്നതും ഗുരുവിനാണ്. അപ്പോൾ ഇവിടെ വേദവ്യാസന്റെ ഗുരുവായിട്ടിരിക്കുന്നത് നാരദ മഹർഷിയാണ്. അപ്പൊ ശിഷ്യന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ടത് ഗുരുവിന്റെ ചുമതലയാണ്. നാരദ മഹർഷി വേദവ്യാസന്റെ രചനകളിലെ ന്യൂനത എടുത്തു പറയുന്നു. ഭവതാൻ ഉദിതപ്രായം യശോ ഭഗവതോ അമലം. ഭഗവാന്റെ യശസ്സിനെ കുറിച്ച് അങ്ങ് വർണ്ണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങ് വേദങ്ങളൊക്കെ രചിച്ചു, പുരാണങ്ങളൊക്കെ രചിച്ചു, മഹാഭാരതവും രചിച്ചു. പക്ഷെ അതിൽ ഭഗവാന്റെ മഹത്വത്തിനെ കുറിച്ച് വിശദമായിട്ട് എവിടെയും പ്രതിപാദിച്ചിട്ടില്ല. എല്ലാം അവ്യക്ത രൂപത്തിലാണ് പറയുന്നത്. മറ്റു ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഭഗവാന്റെ ലീലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അങ്ങയുടെ രചനകൾ അങ്ങ് നിർവഹിച്ചിട്ടില്ല. അതാണ് അങ്ങയുടെ രചനയുടെ
അപൂർണത അല്ലെങ്കിൽ ന്യൂനത എന്നുള്ള കാര്യം നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു. അങ്ങനെയുള്ള രചനകൾ, ഭഗവാന്റെ മഹത്വം പ്രതിപാദിക്കാത്ത രചനകൾ, അതേത് രചനയായാലും അത് അപ്രധാനമാണ് എന്ന് പറഞ്ഞു. അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. എല്ലാ രചനകളുടെയും ഉദ്ദേശം എന്തായിരിക്കണം? ഭഗവാന്റെ മഹത്വം പ്രകീർത്തിക്കുക എന്നുള്ളതായിരിക്കണം. അതാണ് എല്ലാ വേദശാസ്ത്രങ്ങളുടെയും ഉദ്ദേശം. അങ്ങനെ ഒരു രചന വേദവ്യാസൻ പ്രത്യേകമായിട്ട് ചെയ്തിട്ടില്ല. അതാണ് വേദവ്യാസന്റെ അസംതൃപ്തിക്ക് കാരണം എന്നുള്ള കാര്യം ഇവിടെ നാരദ മഹർഷി ചൂണ്ടിക്കാണിച്ചു. മറ്റൊരു പോയിന്റ് കൂടി അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. 9ാമത്തെ ശ്ലോകത്തിൽ യഥാ അധർമാദയശ്ചാർത്ഥ മുനിവര്യാനുകീർത്തിത നത്തഥാ വാസുദേവസ്യ മഹിമാ ഹ്യനുവർണിത. അങ്ങയുടെ രചനയിൽ എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്? ധർമാർത്ഥ കാമ മോക്ഷങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ അങ്ങയുടെ രചനകൾ വായിക്കുന്ന സാധാരണ ജനങ്ങളും എന്തിനു പ്രാധാന്യം കൊടുക്കും? ധർമാർത്ഥ കാമ മോക്ഷങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുക. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. മതപരമായിട്ടുള്ള ചടങ്ങുകൾ, അതാണ് ധർമ്മം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മതപരമായിട്ടുള്ള ചടങ്ങുകൾ, സാമ്പത്തിക പുരോഗതി, ഇന്ദ്രിയ സംതൃപ്തി, അതേപോലെ മോക്ഷം. ഇതിനാണ് അങ്ങ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഭഗവാന്റെ മഹത്വം വർണ്ണിക്കുക എന്നുള്ളത്. അതിനങ്ങ് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്ന് പറയാം. മതപരമായ അനുഷ്ഠാനങ്ങളിൽ ആരംഭിക്കുന്ന 4 തത്വങ്ങൾ സവിസ്തരമായി താങ്കൾ വിശദീകരിച്ചുവെങ്കിലും ശ്രേഷ്ഠ ഋഷിയായ അങ്ങ് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ വാസുദേവന്റെ മഹാത്മ്യങ്ങൾ വർണ്ണിച്ചില്ല. എന്താണ് എന്റെ ഹൃദയത്തിൽ അസംതൃപ്തിക്ക് കാരണം എന്ന് വേദവ്യാസൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ വ്യക്തമായിട്ട് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു. അങ്ങയുടെ കൃതികളിൽ ഭഗവാൻ വാസുദേവന്റെ യശസ്സിനെ കുറിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നില്ല. അങ്ങയുടെ കൃതികളിൽ അധികവും നിങ്ങൾ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ധർമാർത്ഥ കാമ മോക്ഷങ്ങൾക്കാണ്. 4 പുരുഷാർത്ഥങ്ങൾക്കാണ് നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ വിവരിച്ചിട്ടുള്ളത്. ഭഗവാന്റെ മഹത്വങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് സവിസ്തരമായിട്ട് വിശദമായിട്ട് വർണ്ണിച്ചിട്ടില്ല. അതാണ് അങ്ങയുടെ കൃതികളുടെ ന്യൂനത. അതുകൊണ്ടാണ് അങ്ങേക്ക് ഹൃദയത്തിൽ പൂർണ്ണമായിട്ട് സംതൃപ്തി ലഭിക്കാത്തത് എന്നുള്ള കാര്യം നാരദ മഹർഷി ചൂണ്ടിക്കാണിച്ചു. അതിനുശേഷം ഇനിയുള്ള ശ്ലോകങ്ങളിൽ നാരദ മഹർഷി ഭഗവാന്റെ മഹാത്മ്യം, ഭഗവാന്റെ മഹത്വം വിശദമായിട്ട് വർണ്ണിക്കുന്നതിന്റെ പ്രാധാന്യം എടുത്തു പറയും. അത് ജനങ്ങൾക്ക് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത് എന്നുള്ള കാര്യമെല്ലാം ഇനിയുള്ള ശ്ലോകങ്ങളിൽ 22ാമത്തെ ശ്ലോകം വരെ വിശദീകരിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇപ്പോൾ നമ്മൾ വായിച്ചിട്ടുള്ളതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം.